Hello everyone, welcome back to Daffodil Learning. നമ്മൾ ഇന്ന് ബോട്ടണി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ബേസിക്കലി NCERT റീഡിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഡയറക്റ്റ്ലി NCERT വായിക്കുന്നതിന് മുന്നേ ജസ്റ്റ് സ്ലൈഡ്സ് വെച്ച് നമ്മൾ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ ബാങ്ക് ഓഫ് ബയോളജിയുടെ സ്ലൈഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് NCERT റീഡിംഗ് ചെയ്യാം. NCERT റീഡിംഗ് നമ്മൾ ബേസിക്കലി 5 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഓഫ് ക്ലാസിഫിക്കേഷൻസ്, പിന്നെ കിങ്ഡം മൊണേറ, നെക്സ്റ്റ് പാർട്ട് കിങ്ഡം പ്രൂട്ടിസ്റ്റ, ദെൻ കിങ്ഡം ഫംഗൈ, പിന്നെ പ്ലാന്റ് ആൻഡ് അനിമീലിയ, ലാസ്റ്റ് പാർട്ട് വൈറസ്, വൈറോയിഡ്സ്, ലൈക്കൻസ്, അങ്ങനെ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് പാർട്ട് നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷൻ, പിന്നെ ലീനസിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെയാണ് നമ്മൾ വിറ്റാക്കറിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് അരിസ്റ്റോട്ടിലിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. അരിസ്റ്റോട്ടിൽ വാസ് ദ ഏർലിയസ്റ്റ് ടു അറ്റംപ്റ്റ് എ മോർ സയൻറ്റിഫിക് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻറ്റു, എങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്? ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. അതുപോലെ തന്നെ ആനിമൽസിനെയും 2 ഗ്രൂപ്പ്സ് ആക്കി, ദോസ് വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് വിത്തൗട്ട് റെഡ് ബ്ലഡ്. ഓക്കെ, അതിൽ തന്നെ നമുക്കറിയാം ആനിമൽസിനെ റെഡ് ബ്ലഡിൽ തന്നെ റെഡ് ബ്ലഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് നമ്മുടെ മാമൽസ്, ലിസാർഡ്സ്, ബേർഡ്സ്, ഫിഷസ് ഒക്കെ. റെഡ് ബ്ലഡ് അല്ലാത്തവർ തന്നെ നമുക്ക് ഹാർഡ് ബോഡീഡും സോഫ്റ്റ് ബോഡീഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹാർഡ് ബോഡീഡ് ആയിട്ടുള്ളവരാണ് ഇൻസെക്ട്സ് ഒക്കെ തന്നെ, അവർക്കൊന്നും റെഡ് ബ്ലഡ് അല്ല. അതിൽ സോഫ്റ്റ് ബോഡീഡ് ആണെങ്കിൽ ഷെല്ലുള്ളവരാണ് നമ്മുടെ ഈ ഷെൽ ഫിഷ് ഒക്കെ. പിന്നെ ഷെല്ലില്ലാത്തവരാണെങ്കിൽ ജെല്ലി ഫിഷ് പോലെയുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഇനി 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പം ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ലീനസ് ആണ്, കാൾ ലീനസ്. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1758 ആണ്. ദിസ് സിസ്റ്റം ക്ലാസിഫൈസ് ഓർഗാനിസംസ് ഇൻ ടു 2 കിങ്ഡംസ് ആയിട്ടാണ്. ഏതൊക്കെ കിങ്ഡംസ് ആണ്? പ്ലാന്റ് ആൻഡ് അനിമീലിയ. ഇനി 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ബേസിക്കലി ലീനസ് നമ്മുടെ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അല്ലെങ്കിൽ 2 കിങ്ഡംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് സെൽ വോളിൻ്റെ പ്രസൻസും ആബ്സൻസും ഒക്കെ ബേസ് ചെയ്തായിരുന്നു. അപ്പം അതിന് കുറേ അധികം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഡ്രോബാക്സ് ഉണ്ടായിരുന്നു നമുക്കറിയാം. അത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഹി ക്ലാസിഫൈഡ് ദ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സിനെ ഒരു ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രോകാരിയോട്സ് ആയിട്ടുള്ള നമ്മുടെ ബാക്ടീരിയ, സൈനോബാക്ടീരിയ. യൂകാരിയോട്സിൽ വരുന്നതാണ് ഫംഗൈ, മോസസ്, ഫേൺസ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ദേ വർ ഇൻക്ലൂഡഡ് അണ്ടർ പ്ലാന്റ്സിൽ തന്നെയായിരുന്നു ഇവരെല്ലാവരും ഇൻക്ലൂഡഡ് ആയിരുന്നത്, ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് സെൽ വോൾ. ബട്ട് ദേ ആർ വൈഡ്ലി ഡിഫേർഡ് ഇൻ അതർ ഫീച്ചേഴ്സ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരുന്നിട്ട് പോലും അവർ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു. അത് അവർ സെൽ വോളിൻ്റെ ബേസിസിൽ മാത്രം ക്ലാസിഫൈ ചെയ്തത് കൊണ്ടുണ്ടായ ഒരു ഡ്രോബാക്കാണ്. ഇറ്റ് ഇൻക്ലൂഡഡ് യൂണിസെല്ലാർ ആൻഡ് മൾട്ടിസെല്ലാർ ഓർഗാനിസംസ് ഇൻ സെയിം ഗ്രൂപ്പ്. അപ്പം പ്രോകാരിയോട്സിനെയും യൂകാരിയോട്സിനെയും ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നു. അതുപോലെ യൂണിസെല്ലാറിനെയും മൾട്ടിസെല്ലാറിനെയും അദ്ദേഹത്തിന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ക്ലാമിഡോമോണസ്, സ്പൈറോഗൈറ. ഇവർ നമ്മുടെ യൂണിസെല്ലാർ ആൽഗകളാണ്. സോ അവരെ ഒന്നും തന്നെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ഡിഡ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹെറ്ററോട്രോഫിക് ഫംഗൈ ആൻഡ് ഓട്ടോട്രോഫിക് ഗ്രീൻ പ്ലാന്റ്സ്. അപ്പം ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെയും ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ആരാണ്? ഫംഗൈ ഉണ്ട്. അതിൽ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സിന് ഇവർ ഒന്നും തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല. ഫംഗൈ ഹാവ് എന്താണ്? കൈറ്റിനിയസ് സെൽ വോൾ ആയിരുന്നു. അതുപോലെ ഗ്രീൻ പ്ലാന്റ്സിൻ്റെ സെൽ വോൾ സെല്ലുലോസിക് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇനിയാണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നത്. ദാറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ആരാണ്? R.H. വിറ്റാക്കർ ഇൻ ദ ഇയർ 1969. ഇറ്റ് ഇൻക്ലൂഡ്സ് ഏതൊക്കെ കിങ്ഡംസാണ് വരുന്നത്? കിങ്ഡം മൊണേറ, പ്രൂട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമീലിയ. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് മെയിൻലി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ എന്തിൻ്റെയൊക്കെ ബേസിസിലായിരുന്നു? 5 ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. സോ ഈ 5 ക്രൈറ്റീരിയ ബേസ് ചെയ്തായിരുന്നു അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് 5 കിങ്ഡംസ് ആയിട്ട്. ഓക്കെ, ഇനി ഓരോ കിങ്ഡംസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്ത് വരുന്നൊരു ടേബിളാണ്. നമ്മുടെ NCERTയിലെ അതേ ടേബിൾ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്താണ് നമ്മളിങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തത്? സെൽ ടൈപ്പ്, സെൽ വോൾ, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇത് ആക്ച്വലി R.H. വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്ത ക്രൈറ്റീരിയാസ് അല്ല, മറിച്ച് ക്യാരക്ടേഴ്സാണ്. ഓക്കെ, സോ മൊണേറ നമുക്ക് നോക്കുമ്പോൾ അറിയാം അത് എന്ത് സെൽ ടൈപ്പ് ആയിരുന്നു? പ്രോകാരിയോട്ടിക് ആയിരുന്നു. മൊണേറ മാത്രമാണ് ആക്ച്വലി പ്രോകാരിയോട്ടിക് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും പ്രോട്ടിസ്റ്റ് ആയാലും ഫംഗൈ ആയാലും പ്ലാന്റ് ആയാലും അനിമീലിയ ആയാലും യൂകാരിയോട്ടിക് ആയിരുന്നു. സെൽ വോൾ നോക്കുമ്പോൾ മൊണേറ നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വോൾ ആയിരുന്നു. എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? പോളിസാക്കറൈഡ്സ് പ്ലസ് അമിനോ ആസിഡ്. ഇനി പ്രോട്ടിസ്റ്റിലേക്ക് വരുമ്പം ചിലരിൽ മാത്രമേ സെൽ വോൾ ഉണ്ടായിരുന്നുള്ളൂ, പ്രസൻറ്റ് ഇൻ സം. ഓക്കെ, ഫംഗയിലേക്ക് വരുമ്പം സെൽ വോൾ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. കൈറ്റിൻ ആൻഡ് പോളിസാക്രൈഡ്സ് കൊണ്ട് ഉണ്ടാക്കിയ സെൽ വോളായിരുന്നു. പ്ലാന്റ് ആണെങ്കിൽ സെല്ലുലോസ് മെറ്റീരിയൽ കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അനിമേലിയുടെ കേസിലാണെങ്കിൽ സെൽ വോൾ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിരുന്നു. ഓക്കെ,
സോ അത് തന്നെയാണ് ഒരു മെയിൻ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പ്ലാന്റ്സും ആനിമൽസും തമ്മിൽ. ന്യൂക്ലിയർ മെമ്പറൈൻ നോക്കുമ്പം മൊണേറയുടെ കേസ് നമുക്കറിയാം പ്രോക്യാരിയോട്ടിക് ആണ്. പ്രോക്യാരിയോട്ടിക്ക് തന്നെ നമുക്ക് ആ വേർഡ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ന്യൂക്ലിയർ മെമ്പറൈൻ ആബ്സെൻ്റ് ആണ്. ബാക്കി എല്ലാവർക്കും തന്നെ, അതായത് പ്രോട്ടിസ്റ്റിക്കും ഫംഗയ്ക്കും പ്ലാന്റിലേക്കും ആനിമലിലേക്കും ന്യൂക്ലിയർ മെമ്പറൈൻ പ്രസൻ്റ് ആയിരുന്നു. ബോഡി ഓർഗനൈസേഷൻ നോക്കുമ്പം മൊണേറയും പ്രോട്ടിസ്റ്റയും ഒക്കെ സെല്ലുലാർ ആയിരുന്നു. എന്നാൽ ഫംഗയുടെ കേസിൽ നോക്കുമ്പം മൾട്ടി സെല്ലാർ ആയിരുന്നു. മൾട്ടി സെല്ലാർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫംഗയിലാണ് നമുക്കറിയാം. മൾട്ടി സെല്ലാർ അതുപോലെ തന്നെ ലൂസ് ടിഷ്യൂസും ഉണ്ടായിരുന്നു അവരുടെ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റയുടെ കേസ് ആണെങ്കിൽ ടിഷ്യൂ ലെവലും ഉണ്ട്, അതുപോലെ തന്നെ ഓർഗൻ ലെവലും നമുക്ക് കാണാൻ പറ്റും. ആനിമലിയിലാണെങ്കിൽ ടിഷ്യൂ ലെവലുണ്ട്, ഓർഗൻ ലെവലുണ്ട്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇനി മൊണേറയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കുകയാണെങ്കിൽ ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. ഓട്ടോട്രോഫിക്കിൽ തന്നെ ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്, കീമോസിന്തറ്റിക്കും ഉണ്ട്. ഹെറ്ററോട്രോഫിക്കിലായാലും നമുക്ക് പാരസൈറ്റിക്കായും സാപ്രോഫൈറ്റിക്കും ഒക്കെ കാണാൻ പറ്റും. ഇനി പ്രോട്ടിസ്റ്റയുടെ കേസിലാണെങ്കിൽ ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും കാണാൻ പറ്റും. ഓട്ടോട്രോഫിക്കിൽ മെയിൻലി നമ്മൾ ഫോട്ടോസിന്തറ്റിക്ക് മാത്രമേ ഉള്ളൂ. ഫംഗയുടെ കേസിലാണെങ്കിൽ ഹെറ്ററോട്രോഫിക്കിൽ സാപ്രോഫൈറ്റിക്കും അതുപോലെ തന്നെ പാരസൈറ്റിക്കും ഫംഗയെ നമുക്ക് കാണാൻ പറ്റും. പ്ലാന്റ് ആണെങ്കിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ കംപ്ലീറ്റ്ലി ഓട്ടോട്രോഫിക് ആണ്, ദാറ്റ് ഈസ് ഫോട്ടോസിന്തറ്റിക്. ഓക്കെ, ആനിമലിയുടെ കേസിലേക്ക് വരുമ്പം ഹെറ്ററോട്രോഫിക് ആണ്, ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ്. ചിലർ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ളവർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ 5 കിങ്ഡംസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് കിങ്ഡം മൊണേറ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കിങ്ഡം മൊണേറയെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ബാക്ടീരിയാസ് ആണ് കിങ്ഡം മൊണേറയുടെ സോൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ദ മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ബാക്ടീരിയ. ഇനി ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ എ ഹാൻഡ്ഫുൾ ഓഫ് സോയിൽ. ജസ്റ്റ് ഒരു ഹാൻഡ്ഫുൾ ഓഫ് സോയിലിൽ തന്നെ ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയ നമുക്ക് കാണാൻ പറ്റും. ദേ ഓൾസോ ലിവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ് സച്ച് ആസ് ഹോട്ട് സ്പ്രിങ്സ്, ഡെസേർട്സ്, സ്നോ ആൻഡ് ഡീപ്പ് ഓഷ്യൻസ്. അത് എന്തുകൊണ്ടാണ്? അവരുടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ വോളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് എക്സ്ട്രീം ഹാബിറ്റാറ്റ്സിലൊക്കെ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. മെനി ആർ പാരസൈറ്റ്സ് ആണ്. ഇനി ബേസ്ഡ് ഓൺ ദ ഷേപ്പ് നമുക്ക് 4 ആയിട്ട് നമ്മുടെ ബാക്ടീരിയാസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കോക്കസ്, സ്പെരിക്കൽ ഷേപ്ഡ് ആണെങ്കിൽ കോക്കസ് എന്ന് പറയും. റോഡ് ഷേപ്ഡ് ആണെങ്കിൽ ബാസിലസ് എന്ന് പറയും. കോമസ് ഷേപ്ഡ് ആണെങ്കിൽ വിബ്രിയം. ദെൻ സ്പൈറൽ ആണെങ്കിൽ സ്പൈറലം എന്ന് പറയും. ഓക്കെ, സോ കോക്കസ്, സ്പെരിക്കൽ, ബാസിലസ്, റോഡ് ഷേപ്പ്, വിബ്രിയം, കോമസ് ഷേപ്പ് ആൻഡ് സ്പൈറലം, സ്പൈറൽ ഷേപ്പ്. അതിൻ്റെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, അതെന്താണ്? ഒരു കോക്കസ് ഷേപ്ഡ് ആയിട്ടുള്ള സ്പെരിക്കൽ ഷേപ്പ് അങ്ങനെയുള്ള ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുമ്പം ദ ബാക്ടീരിയൽ സ്ട്രക്ചർ ഇസ് വെരി സിമ്പിൾ ബട്ട് ദേ ആർ കോംപ്ലെക്സ് ഇൻ ബിഹേവിയർ ആൻഡ് ഷോ മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. ഓക്കെ, ഇവൻ തോ അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണെങ്കിൽ കൂടിയും അവരുടെ ബിഹേവിയർ വളരെ കോംപ്ലെക്സ് ആണ്. അതുപോലെ തന്നെ അവർ മെറ്റബോളിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്നവരാണ്. സം ബാക്ടീരിയ ഓട്ടോട്രോഫിക് ആണ്. ദാറ്റ് മീൻസ് ദേ സിന്തസൈസ് ഫുഡ് ഫ്രം ഇനോർഗാനിക് സബ്സ്ട്രേറ്റ്സ്. Majority are heterotrophs. They do not synthesize the food but depend on other organisms or on dead organic matter for food. Okay, so അവരെല്ലാവരും തന്നെ മെജോറിറ്റി നമുക്ക് ഹെറ്ററോട്രോഫ്സ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അവർ ഫുഡ് സിന്തസൈസ് ചെയ്യുന്നില്ല, മറ്റ് ഓർഗാനിസംസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചില ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്, അവരെ നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയും. ഇവിടെ ജസ്റ്റ് ഒരു ബാക്ടീരിയൽ സെല്ലിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ക്യാപ്സ്യൂൾ കാണാം, സെൽ വോൾ, പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, സെൽ ഓർഗനൽസ്, റൈബോസോംസും പ്ലാസ്മിഡ്സും ഒക്കെ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ 2 തരത്തിലാണ് ബാക്ടീരിയ മെയിനായിട്ടും. ആർക്കെ ബാക്ടീരിയ ഉണ്ട്, യു ബാക്ടീരിയ ഉണ്ട്. ആർക്കെ ബാക്ടീരിയ തന്നെ 3 തരത്തിലുള്ള ആർക്കെ ബാക്ടീരിയാസ് ഉണ്ട്. ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ് ആൻഡ് മെഥനോജൻസ്. ഹാലോഫൈൽസ് എന്ന് പറയുമ്പോൾ സോൾട്ടി ഏരിയാസിൽ കാണുന്നതാണ്. തെർമോ അസിഡോഫിൽസ് ഹോട്ട് സ്പ്രിങ്സിലൊക്കെ കാണുന്നവരാണ്. മാർഷ് ഏരിയാസിൽ കാണുന്ന ടൈപ്പ് ഓഫ് ആർക്കെ ബാക്ടീരിയയാണ് മെഥനോജൻസ്. ഓക്കെ, ഇനി യു ബാക്ടീരിയയ്ക്ക് പോകുമ്പം 2 തരത്തിലുണ്ട്. ഓട്ടോട്രോഫ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹെറ്ററോട്രോഫ്സ് ഉണ്ട്. ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണെങ്കിൽ അവർ അതിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോഫ്സ് ഉണ്ട്, കീമോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോഫ്സ് ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ സൺലൈറ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. കീമോസിന്തറ്റിക് ആകുമ്പോൾ കെമിക്കൽസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ഹെറ്ററോട്രോഫിക് എന്ന് പറയുമ്പം അതിൽ തന്നെ പാരസൈറ്റിക്കും നമുക്ക് സാപ്രോഫൈറ്റിക്കും കാണാൻ പറ്റും. ആർക്കെ ബാക്ടീരിയ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദേ ലിവ് ഇൻ ഹാർഷസ്റ്റ് ഹാബിറ്റാറ്റ് സച്ച് ആസ് എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്, അതായത് ഹാലോഫൈൽസ് ആണ്, സോൾട്ടി ഏരിയാസിൽ കാണുന്നവരാണ്. ഹോട്ട് സ്പ്രിങ്സ് ആണെങ്കിൽ തെർമോ അസിഡോഫൈൽസ് എന്ന് പറയും. മാർഷ് ഏരിയാസ് ആവും മെഥനോജൻസ്. ഓക്കെ, ഇനി ആർക്കെ ബാക്ടീരിയയ്ക്ക് ആണെങ്കിൽ ദേ ഹാവ് എ ഡിഫറെൻറ്റ് സെൽ വോൾ സ്ട്രക്ചർ ആണ് ഫോർ ദ സർവൈവൽ. ഇൻ എക്സ്ട്രീം കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ വോൾ സ്ട്രക്ചർ അവർക്കുണ്ട്. മെഥനോജൻസ് ആണെങ്കിൽ ദേ ആർ പ്രസൻറ്റ് ഇൻ ദ ഗട്ട്സ് ഓഫ് റൂമിനൻ്റ് ആനിമൽസ് ആണ്. റൂമിനൻ്റ് ആനിമൽസ് ഏതൊക്കെയാണ്? കൗസ്, ബഫല്ലോ, ഇവരൊക്കെ. Produce methane, that is in the biogas from the dung of these animals. Okay, so അതൊരു വളരെ പെക്യുലർ ആയിട്ടൊരു ഫീച്ചറാണ്. നമുക്കിവിടെ ഓരോരുത്തരുടെയും ഫിഗർ കാണാൻ പറ്റും. ഇതാണ് ഹാലോഫൈൽസ്, തെർമോ ആസിഡോഫൈൽസ് ഉണ്ട്, മെഥനോജൻസ്. ഇനി ഇവിടെയാണ് ഒരു ജസ്റ്റ് ആ മെഥനോജൻസ് എവിടെയാണ് കാണുന്നതെന്നുള്ള ഒരു ഫിഗറാണിത്.
ഈ ഒരു നമ്മുടെ റൂമിനൻറ്റ് ആനിമൽസിൻ്റെ ഗട്ടിലാണ് ആക്ച്വലി നമുക്ക് ഈ മെഥനോജൻസ് കാണാൻ പറ്റുന്നത്. ഇനി യു ബാക്ടീരിയയിലേക്ക് പോകുമ്പം ദേ ആർ ട്രൂ ബാക്ടീരിയ ആണ്. ഓക്കെ, യു ബാക്ടീരിയ അതിൻ്റെ അർത്ഥം തന്നെ ട്രൂ ബാക്ടീരിയ എന്നാണ്. ദേ ഹാവിങ് എ റിജിഡ് സെൽ വോൾ ആണ്. അതുപോലെ തന്നെ ഫ്ലജെല്ലം ഉണ്ട്. മോട്ടയിലാണെങ്കിൽ ഫ്ലജെല്ലം ഉണ്ട്. ദേ ഇൻക്ലൂഡ് ഓട്ടോട്രോഫ്സ് ഉണ്ട്. ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പം ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ കീമോസിന്തറ്റിക് ഉണ്ട്, അതുപോലെ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയകളും ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിനെ കുറിച്ച് നോക്കാം. എക്സാമ്പിൾ ആരാണ്? സൈനോബാക്ടീരിയ. ദേ ഹാവ് ക്ലോറോഫിൽ എ സിമിലർ ടു ദാറ്റ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റ്സിന് സിമിലർ ആയിട്ടുള്ള ക്ലോറോഫിൽ എ ഈ സൈനോബാക്ടീരിയ പോലുള്ള നമ്മുടെ ഈ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിനുണ്ട്. സൈനോബാക്ടീരിയയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അവർ പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗകൾ എന്നാണ്. യൂണിസെല്ലാർ ആണ്, കൊളോണിയൽ ആണ്, ഫിലമെൻറ്റസ് ആണ്, മെറൈൻ ആണ്, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ആൽഗയാണ്. മെറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗയാണ്. ദ കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ എ ജെലാറ്റിനസ് ഷീത്ത് ഉണ്ട്. ഓക്കെ, അവരുടെ കോളനീസ് കവർ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജെലാറ്റിനസ് ഷീത്ത് കൊണ്ടാണ്. നമുക്കതിനെ എന്ത് പറയാം? മ്യൂസിലേജിനസ് ഷീത്ത് എന്ന് പറയാം. ദേ ഓഫൺ ഫോം എന്താണ്? ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. സം ഓഫ് ദം ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ സ്പെഷ്യലൈസ് സെൽസ് കോൾഡ് ഹെട്രോസിസ്റ്റ്. സോ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സ്പെഷ്യലൈസ് സെൽസിനെ പറയുന്ന പേരെന്താണ്? ഹെട്രോസിസ്റ്റ്. എക്സാമ്പിൾസ് നോസ്റ്റോക്ക് ആൻഡ് അനബീന. അതിൻ്റെ ഫിഗേഴ്സ് ഇവിടെ ഉണ്ട്. അനബീനയാണിത്. ദെൻ നോസ്റ്റോക്ക് ആൻഡ് ഓസിലിറ്റോറിയ, ഇവരൊക്കെ നമ്മുടെ ഈ ഒരു യു ബാക്ടീരിയ ഗ്രൂപ്പിൽ വരുന്നവരാണ്. ഇനി യു ബാക്ടീരിയയിലെ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിന് എക്സാമ്പിൾസ് ആണ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ, പർപ്പിൾ സൾഫർ ബാക്ടീരിയ, ഇവരൊക്കെ. ദേ ഓക്സിഡൈസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് എസ് ദ നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ്, അമോണിയ ആൻഡ് യൂസ് ദ റിലീസ് എനർജി ഫോർ ATP പ്രൊഡക്ഷൻ. സോ അവരെന്ത് ചെയ്യുന്നു? ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള നൈട്രേറ്റ്സിനെയും നൈട്രൈറ്റ്സിനെയും അമോണിയയും ഒക്കെ എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് ആ റിലീസ്ഡ് എനർജി അവർ എന്തിന് യൂസ് ചെയ്യുന്നു? ATP പ്രൊഡക്ഷൻ. ഓക്കെ, ദേ ഹെൽപ്പ് ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ. സോ റീസൈക്ലിംഗ് ന്യൂട്രിയൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാണ് ആര്? നമ്മുടെ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. ഏതൊക്കെ ന്യൂട്രിയൻസിനെയാണ് റീസൈക്കിൾ ചെയ്യുന്നത്? നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ. ഇനി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ നോക്കുകയാണെങ്കിൽ ദേ ആർ ദ മോസ്റ്റ് അബണ്ടന്റ് ഇൻ നേച്ചർ. നേച്ചറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. ദ മെജോറിറ്റി ആർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ്. സോ ഇവരൊക്കെ തന്നെ മെജോറിറ്റിയും ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, ഇനി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയുടെ ഇമ്പാക്ട്സ് ഓൺ ഹ്യൂമൻ അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ ദ യൂസ് ടു മേക്ക് കേർഡ് ഫ്രം മിൽക്കിൽ നിന്ന് കേർഡ് ഉണ്ടാക്കാനായിക്കോട്ടെ, അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, ഫിക്സിങ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ്, അതുപോലെ സമ്മർ പാത്തജൻസ് ആണ്, കോസിങ് ഡിസീസസ് ഉണ്ടാക്കുന്നവരാണ്. ഏതൊക്കെ ഡിസീസസ് ആണ് ഉണ്ടാക്കുന്നത്? കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് ആൻഡ് സിട്രസ് കാങ്കർ. സോ അവർക്ക് ഉപയോഗങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ചില ഡിസീസസ് ഉണ്ടാക്കുന്ന പാത്തജൻസ് ആയിട്ടും ഇവർ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷനാണ്. അതുപോലെ അൺഫേവറബിൾ കണ്ടീഷൻസിലാണെങ്കിൽ അവർ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്താണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ദേ ഓൾസോ റീപ്രൊഡ്യൂസ് ബൈ എ സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്ത് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്? എ കൈൻഡ് ഓഫ് DNA ട്രാൻസ്ഫർ ആണ് ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ. അതാണ് അവരുടെ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫിഷനാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഫിഷനാണ് കാണുന്നത്. ഇനി അൺഫേവറബിൾ കണ്ടീഷൻസിലാണെങ്കിൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. DNA ട്രാൻസ്ഫർ സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. നമ്മുടെ കിങ്ഡം മൊണേറയുടെ ലാസ്റ്റ് പാർട്ടാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. മൈക്കോപ്ലാസ്മ ദേ ആർ ദ ഓർഗാനിസംസ് വിത്തൗട്ട് എ സെൽ വോൾ. സെൽ വോൾ ഇല്ലാത്ത ഓർഗാനിസംസ് ആണ്. ദേ ആർ ദ സ്മോളസ്റ്റ് നോൺ പ്രൊക്കാരിയോട്സ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നോൺ നമുക്ക് പറയാം. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. വിത്തൗട്ട് ഓക്സിജൻ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് മൈക്കോപ്ലാസ്മ. മെനി ആർ പാത്തജനിക് ആണ് ഇൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പാത്തജനിക് ആയിട്ടുള്ളവരാണ് ഈ മൈക്കോപ്ലാസ്മ. ഓക്കെ, സോ ഇതോടുകൂടി കിങ്ഡം മൊണേറ കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ഫസ്റ്റ് പാർട്ട് NCERT റീഡിങ് ചെയ്യാം. നമ്മളൊന്ന് റിവൈസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കൊരു വായിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി കിട്ടും. Since the dawn of civilization, there have been many attempts to classify living organisms. It was done instinctively, but not using criteria that were scientific, but born out of a need to use organisms for our own use, for food, shelter, clothing. അപ്പം നമ്മുടെ ഏർലിയർ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ എന്ന് പറയുന്നത് ഫുഡ്, അതുപോലെ തന്നെ ഷെൽട്ടർ, ക്ലോത്തിങ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അരിസ്റ്റോട്ടിൽ വാസ് ദ ഏർലിയസ്റ്റ് ടു അറ്റംപ്റ്റ് എ മോർ സയൻറ്റിഫിക് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഹി യൂസ്ഡ് സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്താണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് സയൻറ്റിഫിക് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് ഹി ക്ലാസിഫൈഡ് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തത്? ട്രീസ്, shrubs ആൻഡ് herbs. He also divided animals into two groups, red blood and those with do not have red blood. In Linus' time, a two-kingdom system of classification with Plantae and Animalia kingdom was developed that included all plants and animals respectively.
This system did not distinguish between the eukaryotes and prokaryotes. നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ നമ്മുടെ 2 kingdom ക്ലാസിഫിക്കേഷൻസിൻ്റെ ലിമിറ്റേഷൻസ്. അതിൽ യൂകാരിയോട്സിനെയും പ്രോകാരിയോട്സിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ യൂണിസെല്ല, മൾട്ടിസെല്ല ഓർഗാനിസംസ് ആൻഡ് ഫോട്ടോസിന്തറ്റിക് ദാറ്റ് ഇസ് ഗ്രീൻ ആൽഗെ ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫംഗസിനെയും ഒന്നും എന്ത് ചെയ്തില്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. Classification of organisms into plants and animals was easily done and was easy to understand. But a large number of organisms did not fall into either category. Hence, the 2 kingdom classification used for a long time was found inadequate. Besides gross morphology, a need was also felt for including other characteristics like എന്തൊക്കെയാണ് cell structure, nature of wall, mode of nutrition, habitat, methods of reproduction, evolutionary relationship, etc. Classification systems for the living organisms have hence undergone several changes over the time. Though plant and animal kingdoms have been a constant under all different systems, the understanding of what groups or organisms be included under these kingdoms have been changing. So, എല്ലാ ക്ലാസിഫിക്കേഷനിലും 2 kingdoms കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ പ്ലാന്റ് ആൻഡ് ആനിമൽ കിങ്ഡം. അവർക്ക് ചേഞ്ച് ഉണ്ടായിരുന്നില്ല. The number and nature of other kingdoms have also been understood differently by different scientists over the time. R.H. Whittaker in the year 1969 proposed a 5 kingdom classification. The kingdoms defined by him were named Monera, Protista, Fungi, Plantae and Animalia. The main criteria for the classification by him include endokana cell structure, body organization, mode of nutrition, reproduction and phylogenetic relationship. The table 2.1 gives a comparative account of different characteristics of the 5 kingdoms. Okay, box നമ്മൾ ഓൾറെഡി തന്നെ സ്ലൈഡിൽ കണ്ടതാണ്. നമ്മുടെ മൊണേറയുടെ സെൽ ടൈപ്പ് എന്തായിരുന്നു, പ്രോകാരിയോട്ടിക്. ബാക്കി എല്ലാവരുടെയും എന്തായിരുന്നു, യൂകാരിയോട്ടിക് ആയിരുന്നു. സെൽ വോൾ ആണെങ്കിൽ മൊണേറയുടെ കേസിലാണെങ്കിൽ നോൺ സെല്ലുലോസിക് ആണ്, പോളിസാക്കറൈഡ്സ് ആൻഡ് അമിനോ ആസിഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പ്രോട്ടിസ്റ്റിലാണെങ്കിൽ സെല്ലിൽ മാത്രം കാണാൻ പറ്റുന്നു. ഫംഗി ആണെങ്കിൽ കൈറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പ്ലാന്റി ആണെങ്കിൽ സെല്ലൂസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആനിമലിലാണെങ്കിൽ ആബ്സെൻ്റ് ആണ്. ന്യൂക്ലിയർ മെമ്പറൈൻ ആബ്സെൻ്റ് ആയിട്ടുള്ളത് മൊണേറ മാത്രമാണ്, ബാക്കി എല്ലാവർക്കും പ്രസൻറ്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ ആണെങ്കിൽ മൊണേറയും പ്രോട്ടിസ്റ്റയും സെല്ലാർ, ഫംഗി ആണെങ്കിൽ മൾട്ടി സെല്ലാർ ലൂസ് ടിഷ്യൂ. പ്ലാന്റി ആകുമ്പം ബോഡി ഓർഗനൈസേഷൻ എന്താണ്, ടിഷ്യൂ ഓർ ഓർഗൻ ലെവൽ. അനിമേലിയ ആകുമ്പം ടിഷ്യൂ ഓർഗൻ സിസ്റ്റം ലെവൽ. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് 3 domain സിസ്റ്റമാണ്. The 3 domain system has also been proposed that divides the kingdom Monera into 2 domains. Kingdom Monera തന്നെ 2 domains ആയിട്ട് അവിടെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, leaving the remaining eukaryotic kingdoms in the 3rd domain and thereby a 6 kingdom classification ആണ് ഇതുവഴി കിട്ടുന്നത്. അതായത് കിങ്ഡം മൊണേറയെ തന്നെ 2 ആക്കുന്നുണ്ട്. അതായത് ഏതൊക്കെയാണ്, കിങ്ഡം ആർക്കെ ആൻഡ് കിങ്ഡം യൂക്കാരിയ ഇങ്ങനെയാണ്. അപ്പം ബാക്കി 4 കിങ്ഡംസും അതുപോലെ കിങ്ഡം മൊണേറ 2 ആക്കിയപ്പോൾ അങ്ങനെ 6 kingdom classification ആണ്. ഇത് ആക്ച്വലി പ്രപ്പോസ് ചെയ്ത കാൾ വൂസ് ആണ്. Let us look at this 5 kingdom classification to understand the issues and considerations that influence the classification system. അപ്പോൾ നമ്മൾ R.H. Whittakerൻ്റെ ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനകത്തുള്ള ലിമിറ്റേഷൻസ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. Earlier classification system included bacteria, blue-green algae, fungi, mosses, ferns, gymnosperms and angiosperms under plants. The character that unified the whole kingdom was all that the organisms included had a cell wall in the cells. This placed together groups which widely differed in other characteristics. It brought together the prokaryotic bacteria and the blue-green algae, that is cyanobacteria, with other groups which were eukaryotic. It also grouped together the unicellular organisms and the multicellular organisms. For example, Chlamydomonas and Spirogyra. They were placed together under algae. The classification did not differentiate between the heterotrophic group, that is fungi, and the autotrophic green plants. Though they also showed a characteristic difference in the walls composition, that is the fungi had എന്താണ് chitin, അതുപോലെ പ്ലാന്റ്സിന് എന്തായിരിക്കും സെല്ലുലോസിക് മെറ്റീരിയൽ കൊണ്ടാണ് അവരുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. So the green plants had എന്താണ് cellulosic cell wall. When such characteristics were considered, the fungi were placed in a separate kingdom. ഏതാണ് kingdom fungi. All prokaryotic organisms were grouped together under kingdom Monera and the unicellular eukaryotic organisms they were placed എന്താണ് kingdom Protista എന്നൊരു ഗ്രൂപ്പിലേക്ക് അവരെ ഇൻക്ലൂഡ് ആക്കി. Kingdom Protista has brought together Chlamydomonas, അതുപോലെ Chlorella. They were earlier placed in algae. പക്ഷെ നമ്മൾ ശരിക്കും പറയുന്നത് പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ പഠിക്കുന്നത് ആൽഗെ തന്നെയാണ് നമ്മുടെ ക്ലാമിഡോമോണസ് ക്ലോറലിലേക്ക് വരുന്നത്. പക്ഷേ വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത് പ്രോട്ടിസ്റ്റയിലേക്ക് ഇവരെ മാറ്റിയിരുന്നു. ഓക്കെ, വിത്തിൻ പ്ലാന്റ്സ് ആൻഡ് ബോത്ത് ഹാവിങ് സെൽ വോൾസ്. ഇവരോടൊപ്പം ആരും ഉണ്ടായിരുന്നു വിത്ത് പാരമീഷ്യം ആൻഡ് അമീബ, ഓക്കെ, വിച്ച് വർ ഏർലിയർ പ്ലേസ്ഡ് ഇൻ ദ ആനിമൽ കിങ്ഡം വിച്ച് ലാക്ക് സെൽ വോൾ.
അപ്പം സോ ഇവരെല്ലാവരെയും എന്ത് ചെയ്തു? വിറ്റാക്കർ കിങ്ഡം പ്രോട്ടിസ്റ്റിലേക്ക് കൊണ്ടുവന്നു. ആരെയൊക്കെയാണ്? ക്ലാമിഡോമോണസ്, ക്ലോറെല്ല, അതുപോലെ പാരമീഷ്യം, അമീബ. ഓക്കെ, അവരും ആനിമൽ കിങ്ഡത്തിലായിരുന്നു മുന്നേ ഉണ്ട്. കാര്യം പാരമീഷ്യത്തിന് അമീബയ്ക്ക് നമുക്കറിയാം സെൽ വോൾ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ ആനിമൽ കിങ്ഡത്തിലായിരുന്നു ലീനസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡഡ് ആക്കിയിരുന്നത്. ഓക്കെ, കാര്യം സെൽ വോൾ ഉള്ളവരെല്ലാവരും പ്ലാന്റ്സ് ആയിട്ടും ഇല്ലാത്തവരെല്ലാം ആനിമൽ കിങ്ഡത്തിലേക്കുമായിരുന്നു ഇൻക്ലൂഡഡ് ആക്കിയിരുന്നത്. It has put together organisms which in earlier classification were placed in different kingdoms. This happened because the criteria for classification changed. അപ്പോൾ വിറ്റാക്കർ എന്ത് ചെയ്തു? ആ ഒരു ക്രൈറ്റീരിയ ഫോർ ദ ക്ലാസിഫിക്കേഷൻ ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. ദിസ് കൈൻഡ് ഓഫ് ചേഞ്ചസ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ഫ്യൂച്ചർ ടു ഡിപ്പെൻഡിങ് ഓൺ ദ ഇംപ്രൂവ്മെൻറ്റ് ഇൻ അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്സ്. Over time, an attempt has been made to evolve a classification system which reflects not only the morphological, physiological and reproductive similarities but also should be another phylogenetic, that is based on evolutionary relationships. In this chapter, we will study characteristics of kingdom Monera, Protista and fungi of the Whittaker's system of classification. So, ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ആരുടെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്? വിറ്റാക്കറിൻ്റെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അതായത് 5 kingdom classification. The kingdoms Plantae and Animalia, commonly referred to as plants in animal kingdom, respectively, will be dealt separately in chapter 3 and 4. So, chapter 3 and 4ലാണ് നമ്മൾ പ്ലാന്റ് കിങ്ഡവും ആനിമൽ കിങ്ഡവും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുള്ളൂ. സോ നമ്മുടെ ഫസ്റ്റ് കിങ്ഡം മൊണേറ നമുക്ക് വായിക്കാം. ബാക്ടീരിയ ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് ദ കിങ്ഡം മൊണേറ. ദേ ആർ ദ മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസംസ് ആണ്. ബാക്ടീരിയ ഓൾമോസ്റ്റ് ഒക്കർ എവ്രിവെയർ, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. കോസ്മോപോളിറ്റൻ എന്നൊക്കെ പറയാൻ പറ്റും. ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയ പ്രസന്റ് ഇൻ എ ഹാൻഡ്ഫുൾ ഓഫ് സോയിൽ. ദേ ഓൾസോ ലിവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ് സച്ച് ആസ് ഹോട്ട് സ്പ്രിങ്സിലൊക്കെ കാണാൻ പറ്റും, ഡെസേർട്സ്, സ്നോ, ഡീപ്പ് ഓഷ്യൻസ്, വെരി ഫ്യൂ അതർ ലൈഫ് ഫോംസ് ക്യാൻ സർവൈവ്. Many of them live in or on other organisms as parasites. Many are parasites ആയിട്ടും ജീവിക്കാറുണ്ട്. സോ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസിലൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്നു. ബാക്ടീരിയ ഗ്രൂപ്പ്ഡ് അണ്ടർ 4 categories based on the shape. The spherical coccus, cocci, plural ആണ് cocci, rod shaped bacillus, then comma shaped vibrium, spiral shaped spirillum. Okay. So this is coccus, bacillus, spirilla and vibrio. Though the bacterial structure is very simple, they are very complex in behavior. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സ്ട്രക്ചർ സിമ്പിൾ ആണെങ്കിലും എന്താണ്, വളരെ കോംപ്ലെക്സ് ഇൻ ബിഹേവിയർ ആണ്. Compared to many other organisms, bacteria as a group show the most extensive metabolic diversity. Some of the bacteria are autotrophic. That means they synthesize their own food from inorganic substrates. They may be photosynthetic autotroph ആവാം, അല്ലെങ്കിൽ chemosynthetic autotrophs ആവാം. Okay, photosynthetic autotrophs ഉണ്ട്, chemosynthetic autotrophs ഉണ്ട്. The vast majority of bacteria എന്താണ്, heterotrophs ആണ്. They depend on other organisms or on dead organic matter for food. Clear? The first bacterial group is Archaebacteria. These bacteria are special since they live in some of the most harsh habitats such as extreme salty areas, that is halophiles, hot springs, that is thermoacidophiles, marshy areas, that is methanogens. Archaebacteria differ from other bacteria in having a different cell wall structure ആണ്, and this feature is responsible for the survival in extreme conditions. അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് it is due to the specialized cell structure. Methanogens are present in the gut of several ruminant animals such as cows and buffaloes, and they are responsible for the production of methane biogas from the dung of these animals. Clear? In eubacteriaയിലേക്ക് പോവാം. There are thousands of different eubacteria, or we could say as true bacteria. They are characterized by the presence of a rigid ആയിട്ടുള്ള ഒരു സെൽ വോൾ അവർക്കുണ്ട്. മോട്ടൈൽ ആണെങ്കിൽ എന്തുണ്ട്, ഫ്ലജല്ലം ഉണ്ട്. The cyanobacteria, also referred to as blue green algae, they have chlorophyll A similar to green plants and are photosynthetic autotrophs ആണ്. Okay. The cyanobacteria ആണെങ്കിൽ unicellular, colonial or filamentous ആണ്. Okay. യൂണിസെല്ലർ ആകാം, കൊളോണിയൽ ആകാം, ഫിലമെൻറ്റസ് ആകാം. അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ഓർ മെറൈൻ ആണ്, ഓർ വി കുഡ് സേ ടെറസ്ട്രിയൽ ആൽഗെ. The colonies are generally surrounded by gelatinous sheath, അതായത് mucilaginous sheath ആണ്. Okay. They form blooms in polluted water bodies. Some of these organisms can fix atmospheric nitrogen in specialized cells. They are known as heterocysts. The nostoc and anabina are examples for that. The chemosynthetic autotrophic bacteria, they oxidize various inorganic substances such as nitrates, nitrites, ammonia and use the released energy for their ATP production. They play a great role in recycling nutrients like nitrogen, phosphorus, iron and sulfur. Heterotrophic bacteriaയിലേക്ക് വരുമ്പോൾ most abundant in nature ആണ്. The majority are എന്താണ്, important ആയിട്ടുള്ള decomposers ആണ്. Many of them have a significant impact on human affairs. They are helping in making curd from milk, അതുപോലെ production of antibiotics.
ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ്. അതുപോലെ സം ആർ പാത്തജൻസ് കോസിങ് ഡാമേജ് ടു ഹ്യൂമൻ ബീങ്സ് ആണ്, അതായത് ക്രോപ്സ്, പിന്നെ ഫാം ആനിമൽസ്, പെറ്റ്സ്, ഇവർക്കൊക്കെ എന്താ ഡാമേജ് ഉണ്ടാക്കുന്ന പാത്തജൻസ് ഉണ്ട്. അതാണ് നമ്മുടെ കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ ഒക്കെ, ആസ് വെൽ ആസ് are well-known diseases caused by different bacteria. Bacteria reproduce mainly by fission ആണ്. Sometimes under unfavorable conditions they produce spores. They also reproduce by a sort of sexual reproduction by adopting എന്താണ് primitive type of DNA transfer from one bacterium to the other. So നമ്മൾ reproduction പറഞ്ഞു, മെയിൻലി ഫിഷൻ ആണ്. അൺഫേവറബിൾ കണ്ടീഷൻസ് ആണെങ്കിൽ സ്പോർസ് ഫോം ചെയ്യുന്നു. ആൻഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ primitive type of DNA transfer. Mycoplasmയിലേക്ക് വരുമ്പം they are organisms that completely lacks a cell wall. Smallest ആയിട്ടുള്ള living cells ആണ്, smallest non prokaryotes ആണ്. They survive without oxygen. Many mycoplasma are pathogenic in animals and plants. Animalസിലും പ്ലാന്റ്സിലും ഒക്കെ pathogenic ആയിട്ടുള്ള organisms ആണ് mycoplasma. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ കിങ്ഡം മൊണേറയെ കുറിച്ച് NCERTയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യും, അതുപോലെ തന്നെ NCERT കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം.